പാലും കുറവ്, വിലയും കുറവ്. ഓ, ഇതൊന്നും കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. ഇനി വല്ല പൈനാപ്പിൾ കൃഷിയും തുടങ്ങാം. വാറ്റ് തുടങ്ങാം, വാറ്റ്. ആ, ആടാ തൈ മുഴുവൻ നശിപ്പിച്ചല്ലോ. എന്റെ ഈശോയെ, ഇത് അറിഞ്ഞ പായല പൊളിച്ച ചെറിയ അടി കൊടുക്കട്ടെ. ഇങ്ങോട്ട് പോണം. എന്നാത്തിനാണ് നിങ്ങൾ ഈ പെണ്ണാടിന്റെ പുറകെ ഇങ്ങനെ ഓടുന്നത്? റബ്ബർ തൈ മുഴുവൻ ആട് കടിച്ച് നശിപ്പിച്ചു. ഈശോയെ, നിന്റെയൊക്കെ കണ്ണ് ഏത് മറ്റടത്തായിരുന്നാ? കുറെ ദിവസങ്ങളായി നടാൻ വെച്ചിരുന്ന തൈകൾ മുഴുവൻ നശിച്ച ജന്തുക്കൾ തിന്ന് നശിപ്പിക്കുന്നു. ഇതില്ല ഞാൻ ഇന്ന്. തൈകള് എന്നതാ അപ്പച്ച ഈ കാണിച്ച്? ആരുടെ ആടാണ് ഇത്? അയ്യപ്പന്റെതാ. ആ കുഞ്ചിക്കുഴിയ നാറിയോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ആടിനെ ഇങ്ങോട്ട് വിടരുതെന്ന്. അയ്യോ, കറവയുള്ള ആടാ. എന്ത് തന്തയില്ലാത്തരമായി കാണിച്ചത്? തന്തയില്ലാത്തരം കാണിച്ച് നിന്റെ തന്തയാ. തന്തയും മക്കളും കൂടെ പോക്കരത്തിനും കാണിച്ചിട്ട് മറ്റേ വർത്താനം പറയും. എന്നതാടാ ഇതൊരു 14-15 കിലോ വരും. അല്ലേ പോട്ട് ഒരു 16 കിലോ. കിലോയ്ക്ക് 100 രൂപ വെച്ച് എത്രയാ? ആ കണക്കറിയത്തില്ലല്ലയോ? എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. 1600, തൊലിക്കൊരു 50 വേറെയും, അങ്ങനെ 1650. ഞങ്ങളെ പട്ടിക്ക് വേണം തന്റെ ഉലുവ. പണത്തിന്റെ കൊഴുപ്പുണ്ടല്ലോ, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാ മതി. പാവങ്ങൾക്കൂടെ ജീവിക്കണം. പാവങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. വേണമെങ്കിലേ പിള്ളേർന്ന് വാങ്ങിച്ചോട്ട് പോ. താൻ ചെവിയെ നുള്ളിക്കോ. തന്നെ കോടതി കയറ്റിയില്ലെങ്കിൽ എന്നെ പേടിപ്പിക്കുന്നോടാ. ഇറങ്ങി പോടാ എന്റെ വളപ്പിന്ന്. എന്നെ കോടതി കയറ്റണേ ഇവിടെ വകുപ്പ് വേറെ ഉണ്ടാവണം. ഇത് വകുപ്പ് വേറെയാ. ചുരുങ്ങിയത് 6 മാസമെങ്കിലും അയാൾ അകത്ത് കിടത്താം. അപ്പൊ വക്കീലിന് കാര്യം മനസ്സിലായി അല്ലേ? എന്തായാലും അയാളെ വെറുതെ വിടരുത് മുതലാളി. ഒരു ദിവസമെങ്കിലും പാറേ പാപ്പനെ അകത്ത് കിടത്തണം. അതെങ്ങനെയാ? അയാള് കള്ളും കുടിച്ച് പൂരപ്പാട്ടും പാടി വരുമ്പോ ചൂട്ടും പിടിച്ച് വഴി കാണിക്കാൻ നിന്റെ ഒക്കെ തന്തയല്ലേ മുന്നേ നടക്കുന്നത്? എന്നിട്ടിപ്പൊ കിട്ടിയേ അച്ഛനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. മനസ്സിലാക്കി കൊടുക്കണം. വക്കീലിന്റെ സാമർത്ഥ്യം ഇനി കോടതിയിലാ കാണേണ്ടത്. ഓക്കെ. DC 111/99. പാറയിൽ പാപ്പു ചത്തു, പാറയിൽ പാപ്പു ചത്തു, പാറയിൽ പാപ്പു ചത്തു. ആര് ചത്തു? ഞാൻ ചത്തില്ല. പാറേ ചാത്തുണ്ണി ചത്തുപോയി. അതെന്റെ അപ്പൻ. ഞാൻ പാറേ പാപ്പു ചാത്തു. ഒന്ന് തിരുത്തി വായിക്കന്റെ ഊവേ. ഇത് കോടതിയാണെന്ന് അറിയില്ലേ? എന്റെ പൊന്നെ ഏമാനെ, എനിക്ക് അതൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് വക്കീലില്ലേ? ഇല്ല, വക്കീലിന് കൊടുക്കാനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല. കോടതിയിൽ സത്യം മാത്രമേ പറയാവൂ. നിങ്ങൾക്ക് അറിയില്ലേ? കോടതിയിൽ നിന്നല്ല, എല്ലായിടത്തും ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഞാൻ വന്ന് കയറിയപ്പോ ഇവിടെ കേട്ടത് പച്ച കള്ളമാണല്ലോ സാറേ. എന്ത് കള്ളം? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? അല്ല, ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ പാറേ പാപ്പു ചത്തു എന്ന് ദേ ഇരിക്കുക ഇത് ഞാൻ വിളിച്ചു പറയുന്നത് കേട്ടു. ജീവനോടെ ഇരിക്കുന്ന ഞാൻ ചത്തെന്ന് പറയുന്നത് ന്യായമാണോ സാറേ? ഓർഡർ, ഓർഡർ. ഈ നിൽക്കുന്ന ആളെ നിങ്ങൾ അറിയുമോ? ഞാൻ ഇയാളെ കണ്ടിട്ടേ ഇല്ല. ഈ നിൽക്കുന്ന 65 വയസ്സുകാരൻ ചാഞ്ഞുവെട്ടിക്കൽ കേളുനാരായണൻ മകൻ അയ്യപ്പനെ നിങ്ങൾ അറിയില്ല അല്ലേ? ഓ, നമ്മുടെ അയ്യപ്പനല്ലയോ ഇത്? മനസ്സിലായില്ല കേട്ടോ. ഈ വെയിലത്തിൽ നിന്ന് കയറി വന്നതുകൊണ്ട് കണ്ണ് തീരെ പിടിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇയാളെ അറിയും? അറിയുമോന്നോ? നന്നായിട്ടറിയും. അതെ, വക്കീൽ സാറിന് ഇയാളെ അറിയാവോ? തിരിച്ചു ചോദ്യം ചോദിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? എനിക്ക് വേണ്ടി ചോദിക്കാനും വാദിക്കാനും ആരുമില്ല ഏമാനെ. അതുകൊണ്ട് എനിക്കും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ അവിടുന്ന് അനുവാദം തരണം. ചോദിച്ചോളൂ. ഈ നിൽക്കുന്ന ചാഞ്ഞുവെട്ടിക്കൽ കേളുനാരായണന്റെ മകൻ അയ്യപ്പനെ വക്കീലിന് അറിയാവോ? അറിയാം. എത്ര കാലമായിട്ട് അറിയാം? മറുപടി പറഞ്ഞില്ല. വക്കീലിന് അയ്യപ്പനെ എത്ര കാലമായിട്ട് അറിയാം? 3 മാസമായിട്ട് അറിയാം. 3 മാസമോ? യവനെ എനിക്ക് 30 കൊല്ലമായിട്ട് അറിയാം. യവനെ മാത്രമല്ല, ചെത്തുവനെ എന്ന് വീട് ചത്ത ഇവരെ അച്ഛനെയും
ഏതോ പാണ്ഡിയുടെ കൂടെ ഒളിച്ചോടിപ്പോയ ഇവന്റെ ഭാര്യ കാർത്തിയാനിയെയും മാമ്പള്ളി ചാക്കപ്പന്റെ കള്ളുഷാപ്പിലെ എടുത്തുകൊടുപ്പും കൂലിത്തല്ലുമായിട്ട് നടക്കുന്ന ഇവന്റെ രണ്ട് ആമക്കളെയും മൂത്ത മകൻ രവി കെട്ടിക്കൊണ്ടുവന്ന സുശീല എന്ന ദുശീലയെയും എനിക്ക് നന്നായിട്ടറിയാം. ഈ അവസാനം പറഞ്ഞ ദുശീലയ്ക്ക് ഒരു കൊച്ചുണ്ടായി. അത് ചാക്കപ്പന്റെയാണെന്നും അതല്ല അയാളുടെ അലിയൻ കുര്യച്ചന്റെയാണെന്നും ഇവരുടെ രണ്ടുപേരുടെയും അല്ല ചാക്കപ്പന്റെ മകൻ ബാബുവിന്റേതാണെന്നും ഒക്കെയാ ഈ നാട്ടുകാര് പറയുന്നത്. എനിക്കൊന്നും അറിയത്തില്ല എന്റെ സാറേ. കോടതിയിൽ അനാവശ്യങ്ങൾ പറഞ്ഞ് മാന്യന്മാരെ അപമാനിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കരുതേ എന്ന അപേക്ഷ. ഒബ്ജക്ഷൻ സസ്റ്റൈൻ. ഈ നിൽക്കുന്ന അയ്യപ്പന്റെ ജീവിതമാർഗമായ കറവയുള്ള ഒരാടിനെ നിങ്ങൾ നിർദ്ദയം വെട്ടിക്കൊന്നു എന്ന് പറയുന്നത് സത്യമല്ലേ? സത്യമല്ല, പച്ചക്കള്ളം. ഞാൻ എന്റെ മക്കളെ പോലെ സ്നേഹിച്ചു വളർത്തിയിരുന്ന റബ്ബർ തൈകത്തിൽ നിന്ന് വയറ് വീർത്തിയ ആട് എന്റെ മുമ്പിൽ വീണ് ചത്തപ്പോ അയ്യപ്പന്റെ മക്കൾ അവിടെ ഓടി വന്നു. ആട് ചത്ത വിഷമത്തിന് അവർ ചോദിച്ച പണം ഞാൻ കൊടുത്ത ആടിനെ വാങ്ങി അവിടെ വെച്ച് തന്നെ വെട്ടിമുറിച്ചു. ഇതാണ് സത്യം. ചത്ത ആടിനെ പിന്നെ എന്തിനാ നിങ്ങൾ വെട്ടിമുറിച്ചത്? അത് വക്കീലിന് അറിയത്തില്ലായോ? ചത്തതിനെ ഉടനെ വെട്ടിയില്ലെങ്കിൽ ചോര കട്ട പിടിച്ച് ശവമാകും, പിന്നെ തിന്നാ കൊള്ളത്തില്ല. ഇത്ര നിസ്സാരമായ കാര്യങ്ങളൊന്നും അറിയാൻ വൈകി പിന്നെ ഇത് അതെങ്ങനാ വക്കീലായേ? ആ ഇറച്ചി വേവിച്ചു നിന്ന് ഞാനും എന്റെ രണ്ട് മക്കളും വയറിളകി 2 ആഴ്ച ആശുപത്രി കിടന്നു. ഡോക്ടർമാർക്ക് കൊടുത്തതും ആശുപത്രി ബില്ലും ചേർത്ത് 16,650 രൂപ 28 പൈസ ആയി. ആശുപത്രി ചെലവും എന്റെയും എന്റെ 2 ആമക്കളുടെയും 2 ആഴ്ചത്തെ പരിസരവും എല്ലാം കൂടി കണക്ക് കൂട്ടി അയ്യപ്പനിൽ നിന്നും മക്കളിൽ നിന്നും അത് ഈടാക്കി തരുവാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ താഴ്മയായി അപേക്ഷിച്ചു. ഈ പറഞ്ഞതെല്ലാം തികച്ചും കള്ളമാണ്. പാറേ പാപ്പു കള്ളം പറയുമെന്ന് ഈ നാട്ടുകാർ പറയത്തില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. അതിന് സാക്ഷികളുമുണ്ട്. കൂടാതെ ആശുപത്രി കിടന്ന സർട്ടിഫിക്കറ്റ്, അവിടെ കൊടുത്ത ബില്ല്, എന്റെ പ്രശ്നങ്ങള് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അമാനെ ദാ നോക്കിയാട്ടെ. ഒന്നേ മാന്നെ, എന്റെ പാപ്പ മൂത്തനാര് പറയുന്ന മുഴുവൻ ഉള്ളതാ, സത്യമാ. എന്റെ കടകെട്ട 2 ആമ്പിള്ളേരും ഈ നിൽക്കുന്ന കള്ള വക്കീലും ചേർന്നാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ഈ വക്കീലിനെ തൂക്കിക്കൊല്ലണം. പാടത്ത് പേ പിടിച്ച് കുറെ ചാവാലി പട്ടികളെ കൊന്നു കുഴിച്ചു മുടിഞ്ഞ എല്ലാത്തിനെയും. ചാക്കപ്പന്റെ എച്ചിൽ നിന്ന് ഇറക്കുന്ന തെണ്ടുകൾ എന്റെ നേരെ കൈപൊക്കിയാൽ നോക്കി നിൽക്കണോ ഞാൻ? വെച്ചേക്കില്ല ഒന്നിനെയും. ഇല്ലാത്ത വഴക്കിന് കുട്ടി സ്ഥലത്തിന് പോയിട്ട്
വേണ്ടാത്ത വയ്യാവേലി ഒന്നും മരിച്ചു വെച്ചേക്കെ. ഒന്നിനെ കൊന്നാലും 10നെ കൊന്നാലും ശിക്ഷ ഒന്നാ. ഈ പാപ്പൂടെ ഒരു പുല്ലനെ പേടിയില്ല. മാറടി. അപ്പച്ചൻ എന്നാ കാണിക്കാനേ പോന്നു? അവരൊക്കെ പോയി. കണ്ട തെണ്ടികളുടെ തല്ലും കൊണ്ട് വന്ന് നിൽക്കുന്ന എന്റെ ആമക്കള് മാറി നിൽക്കണ. വിടുവാ. അപ്പച്ചൻ പോവണ്ട. അപ്പച്ചന് കുഞ്ഞിപ്പെണ്ണായി പറയുന്നേ. അപ്പച്ചന് എന്തേ സംഭവിച്ച? നിന്നെ കുഞ്ഞിപ്പെണ്ണ് ജീവനോടെ ഇരിക്കില്ല. അതുറപ്പാ. റബ്ബില്ലാലമീനായ തമ്പുരാൻ ഇങ്ങക്കെന്താണ് പെരാന്ത? ഒരു വാശി കൊണ്ട് കെഞ്ചി ചാടിയ പല വാശി കൊണ്ട് കെഞ്ചിത് കേറാൻ പറ്റൂല മനുഷ്യനെ. നിങ്ങളൊന്ന് അടങ്ങി. എല്ലാത്തിനും നമുക്ക് വയ്യുണ്ടാക്കാം.